കേക്കച്ചനെ വേദിയിലിരുത്തി ക്ലീമീസ് കൊടുത്ത ചുട്ട അടി. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണും, അടൂരിൽ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷിക വേദിയിൽ മുഖ്യാതിഥിയായി വിളിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയായിരുന്നു. നമുക്കറിയാം, സഭകളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സഭയായിക്കോട്ടെ, കാറ്റിനൊത്ത് തൂറ്റുക എന്നതാണ് ഇവരുടെ നിലപാട്. ഓന്ത് നിറം മാറുന്നതിനും വേഗത്തിലാണ് ഇവർ നിറം മാറുന്നത്. നേലവും കാലവും തരവുമൊക്കെ നോക്കി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് ഒരുതരം നിലപാടുകൾ. നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലുക്രട്ടീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. സീറോ റിസ്ക് ഗെയിം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇപ്രകാരം ബിസിനസ് നടത്തുന്നവർക്ക് നമുക്കറിയാം, സാധാരണ നല്ലൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആരെയും പിണക്കാറില്ല. എല്ലാ പാർട്ടിക്കാരെയും അവർക്ക് ആവശ്യമാണ്. ട്രെൻഡ് അനുസരിച്ച് അവർ നിലപാടുകളും കാഴ്ചപ്പാടുകളും മാറ്റും. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു 5 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചാൽ അടുത്ത തവണ അത് UDF ഭരിക്കും. ഇത് നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു താരിപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ ഒരു ചലനം കേരള പൊളിറ്റിക്സിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. വരുന്ന തിരഞ്ഞെടുപ്പിലും ഇവിടെ മത്സരം നടക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ കടുത്ത ഒരു ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ നിലവിലുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ കോൺഗ്രസിലെ തമ്മിലടി കൊണ്ട്, ഈ കസേരക്കൊതിയന്മാരായ ഈ കടൽ കിഴവന്മാരുടെ മത്സരം കൊണ്ട് ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഡയലൂട്ട് ചെയ്ത് അത് ഓൾമോസ്റ്റ് 0 ലെവലിലായി. രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ യുവനേതാവിനെ ആ പാർട്ടിയിലുള്ളവർ തന്നെ കൊടുക്കി അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നതിൽ മനം നൊന്ത ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വളരെയേറെ വിഷമത്തിലാണ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ നിങ്ങൾ ആ പ്രതികരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തവണ അവർ പറയുന്നത്, ഞങ്ങൾ വോട്ട് ചെയ്യില്ല, തലമുറകളായി കോൺഗ്രസ്സുകാരായിരുന്നു ഞങ്ങൾ, ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരികെ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ വെറുക്കും, ഒരുത്തനെയും വോട്ട് ചോദിച്ചു പോലും ഞങ്ങളുടെ വീട്ടിൽ കയറ്റില്ല എന്നതാണ് ഓരോരുത്തരുടെയും നിലപാട്. ജനങ്ങളുടെ ആ പൾസ് നിങ്ങൾക്ക് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്ലീമീസ് മെത്രാൻ അവരുടെ സഭയുടെ പുനരൈക്യ വാർഷിക ആ വേദിയിൽ വെച്ച് വളരെ കൃത്യമായ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു അടിയാണ് നമ്മുടെ വി ഡി സതീശനിട്ട് കൊടുത്തത്. നമുക്കറിയാം, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക PR ടീം തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഏതൊരു ക്രൈസ്തവ സംഘടനകളായിക്കോട്ടെ, ഏത് സഭകളായിക്കോട്ടെ, പെന്തക്കോസ്തുകാരായിക്കോട്ടെ, പ്രൊട്ടസ്റ്റന്റുകാരായിക്കോട്ടെ, എവിടെ പ്രസംഗിക്കുവാൻ ഒരു അവസരം കിട്ടിയാലും വേദി കിട്ടിയാലും വിട്ടുകളയില്ല. ഇപ്രകാരമുള്ള വേദികളിൽ അവർ ആത്മീയ കച്ചവടക്കാരെ, ഞങ്ങളുടെ നൈറ്റ് തൊഴിലാളികളെ തോൽപ്പിക്കുന്ന രീതിയിൽ, ഞങ്ങളുടെ പാച്ചർമാരെ തോൽപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ബൈബിൾ വാക്യമൊക്കെ മനഃപ്പാടമാക്കി കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസി, സുസജ്ജമായ ഒരു PR ഏജൻസി ഉണ്ട്. ഇദ്ദേഹം പോകുന്ന വേദിയുടെ സ്വഭാവം അനുസരിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗം തയ്യാറാക്കി കൊടുക്കും. ഈ ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാടമാക്കി പഴയ നിയമത്തിലെ കാര്യമൊക്കെ വി ഡി സതീശൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ അച്ഛന്മാർ പോലും വാപളിച്ചു പോകും. ഇസ്രായേൽ മക്കളുടെ ആ യാത്രയും മോശ എങ്ങനെ അവരെ നയിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അച്ഛന്മാർ വരെ വാപളിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലീമീസ് പതുക്കെ നാടകീയമായി ആ വേദിയിലോട്ട് കടന്നു വരുന്നത്. അന്നേരം അതിനു മുമ്പേ രാഷ്ട്രീയക്കാരന്മാരെല്ലാം പ്രസംഗമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കൃത്യമായിട്ട് എല്ലാവരും അതിൻ്റെ ഏറ്റവും പീക്ക് സമയത്തിൽ അദ്ദേഹം വളരെ ഇതിനേക്കാളും വലിയ ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് നമ്മുടെ ക്ലീമീസ് മെത്രാനുള്ളത്. അങ്ങനെ ആ കറക്റ്റ് പീക്ക് ടൈം നോക്കി അദ്ദേഹം രാജകീയമായി എൻ്റർ ചെയ്യുമ്പോൾ വേദിയിലുള്ളവരെല്ലാം ചാടി എഴുന്നേറ്റ് കൈകൂപ്പി കുനിഞ്ഞു നിൽക്കുന്നു. വി ഡി സതീശൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന മോശയുടെ കഥ പറയുവാൻ വാതുറന്ന് പുള്ളി ആ വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. വായും പൊളിച്ച് ഇയാളെ നിൽക്കുമ്പോഴത്തേക്കും ഈ മെത്രാൻ സ്റ്റേജിൽ വന്നിട്ട് ആ മൈക്ക് പിടിച്ചു മേടിച്ചു പറഞ്ഞു, വി ഡി സതീശന്റെ സുവിശേഷ പ്രസംഗം തുടരും എന്ന് പറഞ്ഞ് അതിനകത്തെല്ലാം ഉണ്ട്. പറഞ്ഞിട്ട് അദ്ദേഹം വേദിയിൽ പോയിരുന്നു. അങ്ങനെ സുവിശേഷ പ്രസംഗമെല്ലാം കഴിഞ്ഞ് അത് കേട്ടുകൊണ്ടിരുന്ന
റീത്തുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു, തന്നെക്കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടായി എന്ന രീതിയിൽ അദ്ദേഹം പോയി ഇരുന്നു. അങ്ങനെ നെഞ്ചും വിരിച്ചിരിക്കുമ്പോഴാണ് ക്ലിമീസ് മെത്രാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ കർണത്തുള്ള അടി കൊടുത്തത്. അദ്ദേഹം ക്ലിമീസ് മെത്രാന്റെ ആ പ്രസംഗം കേട്ട ശേഷം നമുക്ക് ഉടൻ മടങ്ങി വരാം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മറ്റ് പാർട്ടികളെ തള്ളിപ്പറയുകയല്ല. കോൺഗ്രസിന്റെ സമുജ്വലനായ നേതാവ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളതാണല്ലോ പറയേണ്ടത്. മറ്റുള്ളവരോട് പറയാനുള്ളത് അവർ വരുമ്പോൾ പറഞ്ഞോളാം. കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി ചോർന്നു പോകാതെ, എന്നൊരിക്കൽ കൂടി എന്റെ പൂർണ്ണ ഹൃദയത്തിൽ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ, കോൺഗ്രസിനെ ആരെങ്കിലും തോപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനസ്സുകളും ചേർന്നാണ്. ഞാനീ പറഞ്ഞത് ഉന്നത നേതാക്കന്മാരോടും അഖിലേന്ത്യാ പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞാൽ സന്തോഷമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കോൺഗ്രസിനോടുള്ള ഒരു അമിതമായ സ്നേഹവും വാത്സല്യവും എന്നതിനപ്പുറത്ത് ഈ ദേശം നമുക്ക് ഇന്ത്യ മഹാരാജ്യമായി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് ഒരു പോറൽ പോലും ഏക്കുവാൻ പാടില്ല. അതിന് ഈ സഭ ദേശത്തിന്റെ കൂടെയുണ്ടെന്ന് പ്രിയപ്പെട്ട സതീശൻ സാറെ ഞങ്ങൾ ഉറപ്പു തരുന്നു. ജയ് ഹിന്ദ്. കേട്ടല്ലോ, ക്ലിമീസ് മെത്രാൻ പറഞ്ഞത് കേട്ടല്ലോ. കോൺഗ്രസുകാരെ ജയിപ്പിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അമിതമായ ആഗ്രഹമുണ്ട്. പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ്. ഇത് ആ മെത്രാൻ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും കൈയടിക്കുന്നത് നമുക്ക് കാണാം. ഇത് വളരെ കൃത്യമായ ഒരു മെസ്സേജാണ്, പബ്ലിക്കായിട്ടുള്ള ഒരു അടിയാണ്. പക്ഷേ എത്രയൊക്കെ കേട്ടാലും ഈ കേക്കച്ചനും സംഘവും പഠിക്കില്ല. കോൺഗ്രസ് തോറ്റാലെന്ത്, എനിക്ക് കിട്ടുമല്ലോ എന്നതാണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ പ്രസംഗമെല്ലാം കേട്ട്, ഈ പ്രസംഗം നടന്ന് വേറൊരു തമാശയുണ്ട്. വി ഡി സതീശനെ ഒരു ദിവസം വിളിച്ചുവെങ്കിൽ ഇന്നലെ ഈ വേദിയിലെത്തിയത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ നമ്മുടെ പമ്പയിൽ നിന്നും ഹെലികോപ്റ്ററിൽ നേരെ ഈ വേദിയിലെത്തി എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പൊക്കെ ഉണ്ടാക്കി. അന്നേരം നമ്മുടെ ഈ മെത്രാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഇടതുപക്ഷത്തോടും പറഞ്ഞു, സർക്കാരിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന്. കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുവാൻ ശേഷിയുള്ള ചില ജീവികളുണ്ട്. അതുപോലെയാണ് ഞങ്ങളുടെ മെത്രാന്മാർ. ഒരു കാറ്റുവീഴ്ച സംഭവിക്കുന്നു, ഭരണം മാറിമറിഞ്ഞു വരും എന്ന പ്രതീക്ഷ അവർ വി ഡി സതീശനെ ഔദ്യോഗിക പരിപാടികളിൽ വിളിച്ച് മുഖ്യാതിഥിയാക്കി എങ്കിൽ അവർ ഇന്ന് അതിലും പ്രാധാന്യം കൊടുക്കുന്നു പിണറായി വിജയന്. പല ക്രൈസ്തവ സംഘടനകളും പിണറായി വിജയന് കാര്യമായ വേദികൾ കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 ആഴ്ച നിങ്ങൾ നോക്കുക, എല്ലാവർക്കും എന്തോ ഒരു ഫീല് കിട്ടിയിരിക്കുന്നു. പിണറായി വിജയൻ മൂന്നാമതും വരുവാൻ സാധ്യതയുണ്ട് എന്നൊരു ഫീൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുകയും അദ്ദേഹത്തിന് പരസ്യ പിന്തുണ സഭ കൊടുക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? സഭ കൂടെയുണ്ട്. വി ഡി സതീശന് കൊടുത്ത സന്ദേശം എന്താണ്? ജനങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർ കോൺഗ്രസിനെ തോൽപ്പിക്കും. നിങ്ങളുടെ ശത്രു വേറെ ആരുമല്ല, അത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന്. ഈ പരമാർത്ഥം അറിയാവുന്ന ഇത്തരം ഒരു അഭിപ്രായ രൂപീകരണത്തിന് കാരണക്കാരനായ കേക്കച്ചൻ തലയുമാട്ടി ഇതെല്ലാം ശ്രമിച്ചിട്ട് പോയി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, പിണറായി വിജയന് മൂന്നാമതും ഭരണത്തുടർച്ച ഉണ്ടാകുവാൻ ഇദ്ദേഹം ആരംഭിച്ച ജട്ടി വിപ്ലവത്തിന്റെ നായകനാണ് ആ വേദിയിൽ പോയി തലയാട്ടി ഇത് കേട്ടു വന്നത്. അന്നേരം ഇയാളെ സംബന്ധിച്ചോളം പുള്ളി സ്വയമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. വെൽഡൺ, എന്റെ പണി ഏക്കുന്നുണ്ട്, എല്ലാം കലങ്ങുന്നുണ്ട്, അടുത്ത വർഷവും പിണറായി ഉറപ്പായും വരും എന്ന് ഇയാൾ ആശ്വസിക്കുകയാണ്. സഹാവ് കേക്കച്ചൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇയാളെ വിളിക്കുന്നത് സഹാവ് കേക്കച്ചൻ എന്ന്. ഇന്ന് നിങ്ങൾ നോക്കുക, ഈ പ്രശ്നപരിഹാരം
ഇപ്പോൾ നിലവിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു മാസമായി ഈ സംസ്ഥാനത്ത് നീറിപ്പുകയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ തന്നെ വോട്ടുകൾ ചോരുകയാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തോട് ചെയ്ത ആ ശോഭകേടിനോട് ജനങ്ങളുടെ ഇടയിൽ കടുത്ത അമർഷമുണ്ട്. ഓരോ ദിവസവും ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളകുകയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇവന്മാർ ഇതുവരെ ഒരു പ്രശ്ന പരിഹാരത്തിന് മുതിരുന്നില്ല. ഓരോ ദിവസവും അഗ്രഹവേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഇന്ന് കെ കച്ചൻ കൊടുത്ത തെളിവുകൾ ഉപയോഗിച്ച് എക്സ്ക്ലൂസീവ് അടിച്ച മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർ ഇന്നും ഈ വിഷയം ആളിക്കത്തിക്കുവാൻ നോക്കിയതിന്റെ ഉദ്ദേശം 7 ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം, രാഹുൽ മാങ്കൂട്ടത്തെ പഴയ പദവികളിലേക്ക് തിരികെ എടുക്കണമെന്ന ഒരു അഭിപ്രായ രൂപീകരണം ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ തകിടം ഭരിക്കുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇതാ ക്രൈംബ്രാഞ്ചിന് തേങ്ങ കിട്ടി, ക്രൈംബ്രാഞ്ചിന് അവന്റെ പഴയ അണ്ടർവെയറിന്റെ അറ്റം കിട്ടി എന്നൊക്കെ പറഞ്ഞുമാർ വീണ്ടും അനക്കുന്നത്. ഇത് സാമാന്യ ജനങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെങ്കിലും കോൺഗ്രസിലെ നാണം കെട്ട കസേരമോഹികളായ നേതാക്കന്മാർക്ക് മാത്രം മനസ്സിലാകുന്നില്ല. വേറൊരു കാര്യം കൂടി ഞാൻ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വയനാട്ടിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി കുടുംബസമേതം എല്ലാവരും വയനാട്ടിലുണ്ട്. എന്തിനാണ് വന്നത്? സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഇത്രയേറെ ശക്തമായ പ്രതിസന്ധികൾ തിളച്ചു മറിയുമ്പോഴും ഒരു നാദനില കപ്പൽ പോലെ ഇത് ആടി ഉലയുമ്പോഴും കോൺഗ്രസിനുള്ളിലെ ഈ ഇന്റേണൽ ഇഷ്യൂ പരിഹരിക്കുവാനുള്ള യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. അവർ ഒരു ഹിൽ സ്റ്റേഷനിൽ കുടുംബസമേതം ടൂർ വന്നതുപോലെ അവർ ആസ്വദിക്കുകയാണ്. അതിനിടയിൽ അടുത്തുള്ള എന്തൊക്കെയോ സ്ഥലങ്ങളിൽ എന്തൊക്കെയോ പോയി കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവശേഷിക്കുന്ന, അതല്ലെങ്കിൽ അവർക്ക് ആകെ പ്രതീക്ഷയ്ക്ക് വകവെക്കാവുന്ന, വരുന്ന തവണ ഒരു സംസ്ഥാന ഭരണം പിടിക്കാവുന്ന ഒരു അവസ്ഥയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, തമ്മിലടി ഉണ്ടാകുമ്പോൾ അതിന് ഒരു പരിഹാരമുണ്ടാക്കാതെ, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ അവർ വയനാട്ടിൽ ടൂറിലാണ്, അവർ ആസ്വദിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സീരിയസ്നെസ് അവർക്ക് അറിയത്തില്ല. ഇവർ ഇപ്പോഴും ഓർക്കുന്നത് എന്തെങ്കിലും നമ്മൾ ഓർക്കുക, ഈ ഗാന്ധി ഫാമിലിക്ക് പോലും ഒരു ഇഷ്യൂ വന്നപ്പോൾ, ഒരു പരാജയ ഭീതി ഉണ്ടായപ്പോൾ ഓടിയെത്തിയത് ഈ കേരളത്തിലേക്കാണ്. ഈ വയനാട്ടിലെ ജനങ്ങളാണ് അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചത്. ചരിത്രപരമായ ഭൂരിപക്ഷത്തിൽ രാഹുലിനെയും പ്രിയങ്കയെയും അവർ വിജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഈ കേരളത്തിൽ ഇന്ന് നീറുന്ന ഈ വിഷയം പരിഹരിക്കുവാൻ അവർ ശ്രമിക്കുന്നില്ല, അവരത് കേൾക്കുവാൻ ശ്രമിക്കുന്നില്ല. ഇവരുടെ ചുറ്റും വട്ടം കൂടിയ ഈ ചില ഉപജാപക വൃന്ദങ്ങൾ, ഈ KC വേണുഗോപാലിനെ പോലെയുള്ള ഈ മരവാഴകളുടെ വാക്കുകൾ കേട്ട് മറ്റുള്ള ആരുടെയും ശബ്ദം അവർ കേൾക്കുവാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. ഈ KC വേണുഗോപാലിന്റെയും ഉപജാപക വൃന്ദത്തിന്റെയും ബന്ധനത്തിലാണ് ഗാന്ധി കുടുംബം എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം അല്ലായിരുന്നുവെങ്കിൽ അവർ ഈ വയനാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടില്ലായിരുന്നു. അവർ അവരുടെ മറ്റ് എൻജോയ്മെന്റിൽ അവർ തിരക്കിലാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.